ബോൺജോർണോ. നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ മ്യൂണിക്കിലാണ്. മ്യൂണിക്കിന് മോണക്കോ ദി ബവേറിയ എന്നൊരു പേരും കൂടിയുണ്ട്. ബവേറിയൻ രാജാക്കന്മാരുടെ അവർക്ക് ചെറുതും എന്നാൽ നമുക്ക് ഇച്ചിരി വലുതുമായിട്ടുള്ള ഒരു ചരിത്രപ്രധാനമായ വേനൽക്കാല വസതി കാണാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ വേനൽക്കാല വസതിയുടെ പേര് നിംഫൻബർഗ് എന്നാണ്. നിംഫൻബർഗ് കൊട്ടാരം ഇപ്പോൾ മ്യൂണിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ചരിത്രപ്രേമികൾക്കും വാസ്തുശില്പി വിദ്യാർത്ഥികൾക്കും ഇതൊരു മികച്ച പഠന കേന്ദ്രമാണ്. വലിയ ബറോക്ക് ശൈലിയിലുള്ള വാസ്തുവിദ്യ, കൊട്ടാരത്തിനുള്ളിലെ മനോഹരമായ മുറികളും ഹാളുകളും, മനോഹരമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളും പാർക്കുകളും, കൊട്ടാരത്തിന് ചുറ്റുമുള്ള തടാകങ്ങളും കനാലുകളും ഒക്കെ കൊണ്ട് ഏതൊരു സഞ്ചാരിക്കും മനം കുളിർക്കെ കാണാനുള്ള കാഴ്ചകൾ ഈ കൊട്ടാരത്തിന് ചുറ്റുമുണ്ട്, അകത്തുമുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1664 ബവേറിയൻ ഭരണാധികാരിയായിരുന്ന ഫെർഡിനാൻഡ് മരിയയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹെൻറിയറ്റ് അഡ്ലെയ്ഡും ചേർന്നാണ് ആരംഭിക്കുന്നത്. അവരുടെ മകനായ മാക്സ് ഇമ്മാനുവൽ രണ്ടാമൻ ജനിച്ചതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ വലിയ വേനൽക്കാല വസതി ഉണ്ടാക്കിയത്. നിംഫൻബർഗ് എന്ന പേരിൻ്റെ അർത്ഥം അപ്സരസ്സുകളുടെ കോട്ട എന്നാണ്. ഇപ്പോൾ കാണുന്നത് പോലെയുള്ള വലിയ താറാവുകളും പാത്തകളും ഒക്കെ ധാരാളമായി ഇവിടെ ഉണ്ടായിരുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ കൊട്ടാരത്തിൻ്റെ അടുത്ത് വരെ എത്തുന്നത് വരെയുള്ള കാഴ്ചകളാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് കൊട്ടാരത്തിൻ്റെ തന്നെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിലേക്കാണ്. ഈ ഷോപ്പിൽ ടൂറിസ്റ്റുകളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒത്തിരി സാധനങ്ങൾ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതൊരു ടൂറിസ്റ്റുകളും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന സുവനീറുകളായിട്ടുള്ള മഗ്ഗും സോസറുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അങ്ങനെ ആ ഷോപ്പിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി.